വീഡിയോ സാരി ഡ്രൈപ്പിംഗ് വീഡിയോ ആണ്. കുറേ നാളുകളായി ഞാൻ സാരി ഒന്ന് ഡ്രൈപ്പിംഗ് ചെയ്യുന്ന വീഡിയോ ഇട്ടിട്ട് ഒത്തിരി പേര് കമന്റ്സിലൂടെ പല വീഡിയോസിലും കമന്റ്സിലൂടെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ സാരി ഉടുക്കുന്ന ഒരു വീഡിയോ എടുക്കാത്തതെന്ന്. അപ്പൊ ഇന്ന് ഞാൻ ഈ ഒരു സോഫ്റ്റ് സിൽക്കിന്റെ നമ്മുടെ അങ്കമാലി ജോൾ സിൽക്സിൽ നിന്ന് വാങ്ങിയ ഒരു സാരിയാണ്. ഒരു സോഫ്റ്റ് സിൽക്കിൽ അത്യാവശ്യം ഗോൾഡൻ സെറി വർക്ക് ആയിട്ടുള്ള ഒരു ത്രെഡ് വർക്ക് ആയിട്ടുള്ള ഒരു സാരിയാണ്. ഇച്ചിരി വില ഉണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു സാരി കുറച്ച് നാളായിട്ട് എടുത്തിട്ട് ഒരു 2-3 ഉടുക്കിലൊക്കെ കൊടുത്തു. നമ്മുടെ 30ാമത്തെ വെഡിങ് ആനിവേഴ്സറിയോടനുബന്ധിച്ചൊക്കെ എടുത്തതാണ്. അപ്പൊ ഈ ഒരു സാരി ഡ്രൈപ്പ് ചെയ്യുന്ന ഒരു വീഡിയോ ഒന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ വീഡിയോ കാണുക കേട്ടോ. നമുക്ക് ഇനി വരുന്ന നമുക്ക് ഒത്തിരി ആഘോഷങ്ങൾ വരുന്നുണ്ട്. പെരുന്നാളുകള്, കല്യാണങ്ങള്, അങ്ങനെയുള്ള ആഘോഷങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ എന്നിടുന്ന ചുരിദാർ തന്നെ ഇട്ടുകൊണ്ട് പോവാതെ ഇതേപോലെയുള്ള തനതായ നമ്മുടെ കേരള തനിമയുള്ള വേഷത്തിൽ തന്നെ പോകാനായിട്ട് വളരെ എളുപ്പമാണ്. ഞാൻ ഉടുക്കുന്ന രീതി പെട്ടെന്ന് തന്നെ നിങ്ങൾക്കൊന്ന് കാണിക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ അതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക. നിങ്ങൾ ഉടുത്തതിന് ശേഷം വന്നിട്ട് അതിൻ്റെ കമൻറ്റൊക്കെ നമ്മുടെ ഈ വീഡിയോയിൽ ഇടുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. അപ്പൊ ഇന്ന് ഉടുത്ത് കാണിച്ചു തരുന്ന സാരി സോഫ്റ്റ് സിൽക്ക് ആണെന്ന് പറഞ്ഞു. ഈ സോഫ്റ്റ് സിൽക്ക് സാരിക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. നമുക്ക് ഇപ്പൊ വരുന്ന സോഫ്റ്റ് സിൽക്ക് സാരികൾക്ക് ബോർഡർ കുറവാണ്. ഇപ്പൊ പ്ലെയിൻ അല്ലാത്ത സാരി ഇതുപോലെ വർക്ക് ഉള്ളതായാലും കോൺട്രാസ്റ്റ് ആയിട്ടുള്ളതായാലും നമ്മുടെ കൈക്ക് വരുന്ന ഈ ഒരു പട്ടയുണ്ടല്ലോ, ഒരു ഭാഗം ഇതുപോലെ കൈമ വെക്കുന്നത്, ഈ ബ്ലൗസിന്റെ കൈ ഉണ്ടോ, ഇതേപോലെ വെക്കുന്ന ഈ ഒരു ഭാഗം ഉണ്ടായിരുന്നില്ല. ഇത് ഞാൻ സെപ്പറേറ്റ് പിടിപ്പിച്ചിരിക്കുന്നതാണ്. പ്ലെയിൻ തുണിയുമേ ഈ ഒരു ബോർഡർ പിടിപ്പിച്ചത്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ബ്ലൗസ് വെട്ടുമ്പോൾ നമ്മൾ ഇത്രയും അളവിൽ എടുക്കുമല്ലോ, അത്ര അളവെടുക്കാതെ നമ്മൾ ഈ ഒരു പട്ടയുടെ വീതി നമ്മൾ ഇതുപോലെ ഈ സാരിയുമ വെച്ച് പിടിപ്പിക്കും. കണ്ടോ, സെയിം കളർ തന്നെ. ഇത്രയും ഭാഗത്തുനിന്ന് ഇതേപോലെയുള്ള പട്ട ഞാൻ മുറിച്ചെടുത്തിട്ടാണ് ബ്ലൗസുമ വെച്ചിരിക്കുന്നത്. അപ്പോൾ ബ്ലൗസ് തയ്ക്കാൻ പ്ലെയിൻ ഇഷ്ടമില്ലാത്തവർ ഇങ്ങനെ ഒരു മോഡലിൽ തയ്ക്കാം കേട്ടോ. പിന്നെ നമുക്ക് എപ്പോഴും ഇത് സോഫ്റ്റ് സിൽക്ക് ഇത്തിരി വില കൂടിയുള്ള ബ്ലൗസുകൾ പെട്ടെന്ന് ചീത്തയാവാനായിട്ട് സാധ്യതയുണ്ട്. ഡ്രസ്സർ പോലെയുള്ള സാരിയുടെ ബ്ലൗസൊക്കെ പെട്ടെന്ന് ചീത്തയാവാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഒരു ആംപാഡ് വെക്കുന്നത് നല്ലതാണ് കേട്ടോ. ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് 2-3 യൂസ് എന്തായാലും കഴിഞ്ഞിട്ട് കഴുകാൻ പറ്റില്ല. എപ്പോഴും കഴുകിയ ബ്ലൗസിൻ്റെ ഈട് പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വെക്കുന്നത് നല്ലതാണ്. ഇതേപോലെ കൈക്ക് ഇറക്കമൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് സാരി തന്നെ വെട്ടി ഒന്നും അറിയാത്ത രീതിയിൽ ഈ സെയിം തുണി തന്നെ വെക്കാൻ പറ്റും. അപ്പോൾ അതൊരു ടിപ്പ് നിങ്ങൾക്ക് ഷെയർ ചെയ്തതാണ് കേട്ടോ. ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ മുന്താണി മാത്രം ഒന്ന് പ്രീ പ്ലീറ്റ് എടുക്കാം. കാരണം ഇത് ഇറുക്കി കിടക്കുന്ന സാരി ആയതുകൊണ്ട് നമ്മൾ മുൻവശത്ത് ആ പ്ലേറ്റ് എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ മുന്താണി നമുക്കൊന്ന് സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമുക്കൊരു റഫായിട്ട് നമുക്കൊരു അളവ് നോക്കിയിട്ട് ഇതിൻ്റെ മുന്താണിയുടെ ഒരു അളവ് നോക്കി വെക്കാം. അതിനുവേണ്ടി ജസ്റ്റ് ഇതിങ്ങനെ വെച്ച് നോക്കാം. വെച്ചിട്ട് ഒന്ന് അളവ് നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മുടെ മുന്താണി എത്ര ഇറക്കം വേണമെന്നുള്ളത് അത്രയും നോക്കിയിട്ട് അതിന് ഇവിടെ ഒന്ന് നമ്മളൊരു പിൻ ചെയ്ത് നമുക്കൊന്ന് അടയാളപ്പെടുത്താം. വളരെ പെട്ടെന്ന് കൊടുക്കാൻ പറ്റും. പക്ഷേ ജസ്റ്റ് ഒന്ന് കുറച്ച് കാര്യങ്ങളൊന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, പ്ലീറ്റ് എടുക്കാൻ പോകണം. പ്ലീറ്റ് എടുക്കുമ്പോൾ ഇതുപോലെയുള്ള ഈ ഒരു മുന്താണിയുടെ എന്താ പറയുക അരങ്ങ് അല്ലെങ്കിൽ തൊങ്ങലെന്നൊക്കെ പറയില്ലേ, അത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മടക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലീറ്റ് എടുക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ ആദ്യത്തെ പ്ലീറ്റ് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ എൻ്റെ കൈപ്പത്തിയുടെ വീതിക്കാണ് ഞാൻ എടുക്കുന്നത്. ആ കൈപ്പത്തിയുടെ വീതിക്ക് ആദ്യത്തെ എടുത്തു. പിന്നെ നമ്മൾ വീതി ഇത്രയും വീതിയിൽ നിന്ന് 1/2 ഇഞ്ച് വീതി കുറച്ചിട്ടാണ് രണ്ടാമത്തെ ഞെറി എടുക്കുന്നത്. പിന്നെ അതിലും കുറച്ചും കൊണ്ടാണ് മൂന്നാമത്തെ ഞെറി എടുക്കുന്നത്. പിന്നെ നമുക്ക് എത്ര ചെറിയ ഞെറിയാണോ വേണ്ടതെന്ന് വെച്ചാൽ അത്രയും എടുത്ത് പോയാൽ മതി കേട്ടോ. ഇതുണ്ടോ, ഏറ്റവും ചെറിയ ഞെറി എടുക്കുന്നതിനാണ് ഭംഗി. പക്ഷെ ഞാൻ ആദ്യത്തെ ഞെറി 2 കുറച്ച് വീതിയിൽ എടുക്കും കേട്ടോ. അപ്പോൾ അതനുസരിച്ച് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഇതാ, അപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്നത് 1, 2, 3, 4, 5, 6, 7 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഇവിടുന്ന് വീണ്ടും നമ്മൾ ഇതുപോലെ ഒന്ന് സെറ്റാക്കാം. വളരെ പെട്ടെന്ന് കഴിയും. അതല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കട്ടിലിലോ അല്ലെങ്കിൽ മേശയിലോ ഇട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കിട്ടും. ഇത്രയും നമ്മൾ എടുത്തു കണ്ടോ. ഇനി നമുക്ക് ബാക്കിയുള്ള ഭാഗം കൂടി ഒന്ന് ഒരുക്കി വെക്കുന്നത് നല്ലതാണ്, ചെസ്റ്റിൻ്റെ ഭാഗത്ത്. അപ്പോൾ നമുക്ക് എളുപ്പമാവും കാര്യങ്ങൾ. അപ്പോൾ ഒന്ന് ഇതുപോലെ തന്നെ എങ്ങനെയാണോ നമ്മളെടുത്ത് അതേ മുന്താണിയുടെ അളവിൽ തന്നെ നമ്മൾ വീണ്ടും ഇങ്ങനെ എടുത്ത് ഒന്ന് പോകാം. വളരെ എളുപ്പമായിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ. ഇത് വേണമെങ്കിൽ ഒന്ന് ഇതുപോലെ പരത്തി വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഒന്ന് കൈ ഓടിച്ച് പോവുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല ഭംഗിയായിട്ട് കിടന്നോളൂ കേട്ടോ. ഞാൻ സാരി മാത്രം ഒന്ന് ഉടുത്ത് കാണിച്ചു തരാം കേട്ടോ. സാരി ഉടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ബ്ലൗസ് ഇട്ടിട്ട് കാണാം. ഇതിപ്പോൾ നമുക്കൊന്ന് ഉടുക്കാനായിട്ട് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. സെയിം സ്കേർട്ട് തന്നെ ഉപയോഗിക്കുക. നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ അടിപ്പാവടയുടെ വള്ളി കെട്ടുന്നത് വലത്ത് ഭാഗത്താണ്.
അതുകൊണ്ട് കുറച്ച് കാര്യങ്ങളുണ്ട് ഞാൻ മുമ്പ് പറഞ്ഞു തന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ എവിടെയെങ്കിലും ഒന്ന് യാത്ര പോകുമ്പോൾ ഒന്ന് അഴിച്ചൊന്ന് കെട്ടണം, അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ച് കഴിയുമ്പോൾ ടൈറ്റായി ഒന്ന് അഴിച്ച് കെട്ടണമെങ്കിൽ പെട്ടെന്ന് സാരി ഉടുത്തിരിക്കുന്ന അവസ്ഥയിൽ തന്നെ നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയ ഭാഗം ഇതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഭാഗത്താണ് വെക്കുന്നത്. പിന്നെ നമുക്കത് കാണാത്ത രീതിയിൽ നെല്ലടിക്കാത്ത രീതിയിലൊക്കെ സാരി അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാനും ഇവിടെ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സാരി നല്ല ഇറക്കം ഉണ്ടാകുന്നത് നല്ലതാണ്. സാരിക്ക് സാരി ഫോൾ വെക്കുന്നത് അതിലേറെ നല്ലതാണ്. അപ്പോൾ അതൊക്കെയാണ് നമുക്ക് സാരിക്ക് കുറച്ച് ഭംഗി കിട്ടുക. അപ്പം നമുക്കിത് ഒന്ന് ഉടുത്ത് കാണിച്ചു തരാം. അപ്പം ഞാൻ എൻ്റെ മുന്താണി നമ്മൾ പിൻ ചെയ്തത് ഇപ്പം നിങ്ങളെ കാണിച്ചു തന്നു. അതുപോലെ തന്നെ ഇനി ഉടുക്കാൻ പോകുന്നത് നിങ്ങൾക്കറിയാം, സാരി മിക്കവാറും എല്ലാവരും അറിയാവുന്നവരാണ് ഉടുക്കുന്നത്. ഉടുക്കുമ്പോൾ നമുക്ക് ഇച്ചിരി സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് കെട്ടൊക്കെ ഇട്ട് വെക്കാം കേട്ടോ. അപ്പോൾ അത് ഇഴുകി പോവില്ല എന്നുള്ളൊരു സമാധാനം കിട്ടും ചിലർക്ക്. അപ്പോൾ എനിക്കതിൻ്റെ ആവശ്യം, നമുക്കങ്ങനെ ഉടുത്ത് തന്നെ പരിചയമുള്ളതുണ്ട്. അപ്പോൾ അതേ നമ്മളിത് ഇവിടെ ഇങ്ങനെ ഒന്ന് കെട്ടിയിട്ടുണ്ട്. നമ്മൾ സാരി ദേ ആദ്യം വെക്കുന്നത് നമ്മുടെ വലതു ഭാഗത്തെ കാലിൻ്റെ മുകളിലായിട്ട് ആ തുട ഒന്ന് കവർ ചെയ്യുന്ന രീതിയിൽ മതി, ഇങ്ങോട്ട് കുറേ പോകണ്ട. ഈ തുട ഒന്ന് നമുക്ക് കവർ ചെയ്യുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് വെക്കുക. അതാണ് എൻ്റെ അളവ്. ഇത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ ഉള്ളിലേക്ക് ടക്ക് ചെയ്യാം. അതിങ്ങനെ നമ്മളൊന്ന് കൊണ്ടുവരാം. ഇനി നമുക്കിതൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് ടക്ക് ചെയ്യാൻ വേറെ ഭാഗങ്ങൾ ഇതുണ്ടാവും. അപ്പോൾ നമുക്കത് ശരിയാക്കാം. ഇതുപോലെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം, കാല് ജസ്റ്റ് ഒന്ന് കുറച്ചൊന്ന് അകത്ത് വെക്കുന്നത് നല്ലതാണ്. അതിനുശേഷം നമ്മളിതിവിടെ ഒന്ന് വെച്ചു. ഇനി നമുക്ക് മുന്താണി അത് ഉറപ്പിക്കാം. മുന്താണി നമുക്ക് ഷോൾഡറിൽ പിൻ ചെയ്ത് ഉറപ്പിച്ചതിന് ശേഷം പിന്നെ ഞെറി എടുത്താൽ മതി. കണ്ടോ, പിന്നെ പെട്ടെന്നാവും, കാര്യങ്ങളെല്ലാം പെട്ടെന്ന് കഴിയും. ഇതാ നമ്മൾ മുന്താണി എടുത്ത ആ അതേ ഇതിൽ തന്നെ നമ്മൾ ഷോൾഡറിൽ ഉറപ്പിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പിന്നൊന്ന് നമുക്ക് ഊരിയിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. ഇത്രയും കൂടുതലാണെങ്കിൽ കുറച്ച് കുറയ്ക്കാം കേട്ടോ. ഞാനിവിടെ പിന്നെ ഉറപ്പിക്കാൻ പോവാണ്. ഇത് ഞാൻ ക്യാമറയിലേക്ക് നോക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ക്യാമറയിൽ കാണാൻ പറ്റുന്നില്ല കേട്ടോ. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്കത് ഇനി കണ്ണാടി പോയി നോക്കിയിട്ട് അത് പരിഹരിക്കുക. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഉടുക്കുന്ന വിധം ജസ്റ്റ് ഒന്ന് ഭംഗിയായിട്ട് എങ്ങനെ ഉടുക്കുന്നു എന്നാണ് കാണിച്ചു തരുന്നത്. അതിനുശേഷം നമ്മുടെ ഓരോ ഞെറികളും നമ്മളിതേ ഇങ്ങനെ വെച്ച് ആദ്യത്തെ ഞെറി നമ്മൾ ചെസ്റ്റിൻ്റെ ഭാഗത്തേക്ക് വയ്ക്കുന്നു. ഇത് പിന്നീട് നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ടാവും, അതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ടത്. ഇങ്ങനെ ഓരോന്ന് ജസ്റ്റ് ഒന്ന് വെച്ച് പോവുക. അത് കഴിഞ്ഞ ശേഷം നമുക്കിതൊന്ന് ചുറ്റി എടുക്കണം. കണ്ട, അപ്പം ഇത്രയും ഭാഗം നമുക്ക് കിട്ടി. നമ്മൾ ജസ്റ്റ് ഒന്ന് കാല് അകത്തി വെച്ചിട്ടുണ്ട്. നമ്മൾ മുന്താണി ഇവിടുന്ന് വെച്ചതിന് ശേഷം ഇങ്ങനെ ഒന്ന് ടൈറ്റ് ചെയ്ത് പിടിക്കാം. ഇവിടെ ഇത് കുത്തിയിട്ടുണ്ട്, നമ്മൾ കുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഞാൻ ഈ ഭാഗത്തു നിന്നാണ് ഞെറിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് തൽക്കാലം ഇവിടേക്കും നമുക്ക് കുറച്ച് ഭംഗിയിലൊക്കെ വെക്കണം. അപ്പോൾ അങ്ങനെ വെക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ആദ്യം നമ്മളിവിടെ ഒന്ന് വേണമെങ്കിൽ ഒന്ന് പിൻ ചെയ്യാം. ഞാൻ പിൻ ചെയ്യുന്നില്ല, ഞാൻ പിൻ ചെയ്യാറില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് വിടുള്ളൂ, കാരണം അതിന് ശേഷം നമുക്കത് പിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഒന്ന് വെച്ച് നമുക്ക് ഇങ്ങനെ ഷേപ്പ് വരുത്തുന്നവർക്ക് ഷേപ്പ് വരുത്താം, അല്ലെങ്കിലും നമുക്ക് കുഴപ്പമില്ല. നമ്മളിപ്പോൾ ഇതിങ്ങനെ എടുത്തില്ലേ, നമ്മുടെ ഈ പൊക്കലിൻ്റെ ഭാഗത്തു നിന്ന് കുറച്ച് നീക്കിയിട്ട് നമ്മളിവിടെ ഒരളവ് കണ്ട് അവിടെ നിന്ന് ഒരു 10 ഇഞ്ച് നമ്മുടെ ഈ കൈയുടെ ഒരു 1.5 ചാൻ വരുന്ന രീതിയിൽ 10 ഇഞ്ചെങ്കിലും നമ്മളിങ്ങനെ വിട്ടിട്ട് ഇവിടെ നിന്നായിരിക്കണം ഞെറിയേണ്ടത്. അപ്പം അതുകൊണ്ട് കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും ഭാഗം നമുക്ക് ഞെറി കിട്ടും. അപ്പോൾ ആദ്യത്തെ ഞെറി നമ്മളിങ്ങനെ എടുത്തു. ഇവിടുന്ന് എടുക്കുന്ന ഞെറികളെല്ലാം കുറേശ്ശെ ചെറുത് മതി, ചെറിയ ഞെറികൾ മതി, കാരണം അത് നല്ല ഭംഗിയായിട്ട് അങ്ങോട്ട് കിടന്നോളും. ലാസ്റ്റ് എടുക്കുന്ന ഞെറിക്ക് ഒരു അല്പം വീതി വേണം. അതിന് വേണ്ടി നമ്മൾ കണ്ട നല്ല വീതിയിൽ എടുക്കാം, എന്നാലാണ് ഇവിടെ ഇത് നന്നായിട്ട് കിടക്കുള്ളൂ. അപ്പോൾ ഒരു 6 അല്ലെങ്കിൽ 7 ഞെറിയായിട്ട് നമുക്ക് കിട്ടുള്ളൂ. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. സാധാരണ ഒരു സാരിക്ക് 6 അല്ലെങ്കിൽ 7, 6 ഞെറി മതി. 6 ഞെറിയാണ് ഏറ്റവും നല്ലത്. 1, 2, 3, 4, 5, 6. അപ്പോൾ ഈ ഒരു ആദ്യത്തെ ഈ ഒരു വീതിയുള്ള ഞെറി എന്ന് പറയുന്നത് ഇങ്ങനെ നമുക്ക് കുറച്ച് വീതിയിൽ എടുത്തില്ലെങ്കിൽ ഇങ്ങനെ തുറന്നു പോകും. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ നമ്മൾ എടുക്കുന്നത്. അത് കറക്റ്റായിട്ട് നമ്മൾ പോവാത്ത രീതിയിൽ ഒന്ന് പിടിച്ച് ഭംഗിയാക്കാം, ഒപ്പാക്കാം. ഇങ്ങനെ വെച്ച് നമ്മൾ എന്ത് ചെയ്യണം, പെട്ടെന്ന് പരിചയമില്ലാത്തവരാണെങ്കിൽ ഇവിടെ ഒരു പിൻ ചെയ്ത് നമ്മളൊന്ന് വെക്കുന്നത് നല്ലതാണ്. പിൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്കത് പിന്നെ വീണ്ടും എഴുതി പോകില്ല. സോഫ്റ്റ് സിൽക്ക് സാരിയുടെ പ്രത്യേകത അതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് പിന്നെ നമ്മൾ കരുതുന്നത് നല്ലതാണ്. അപ്പോൾ ഞാനൊന്ന് സെക്യൂർ ചെയ്ത് വെക്കുന്നുണ്ട്. കണ്ട, ഇനി ഇതാണ് നമ്മൾ നേരെ
നമ്മുടെ നേരിൻ്റെ ഇവിടെ വെക്കുന്നത് കേട്ടോ. അതെ, ഇതിങ്ങനെ വിട്ടിട്ട് പരമാവധി നമ്മൾ എടുത്തേക്കുന്നത് എല്ലാം കൂടി വിട്ടിട്ട് നമ്മളിതിങ്ങനെ കൊണ്ട് ഉള്ളിലേക്ക് കറക്റ്റ് പൊക്കിളിൻ്റെ ഭാഗത്ത്, ആ നേരിൻ്റെ ഭാഗത്ത് തന്നെയാണ് ഞാൻ വെക്കുന്നത്. അതാണ് ഭംഗി. ഇങ്ങോട്ട് കുറേ പോകാനും പാടില്ല, കുറേ ഇങ്ങോട്ടും പോകാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഇവിടെ വയ്ക്കുക. ഇതിങ്ങനെ നമ്മുടെ ഇറക്കത്തിനനുസരിച്ച് നമ്മളത് ചെയ്തിട്ടുണ്ട്. ഇനിയാണ് നമ്മളിവിടെ ഷേപ്പ് വരുത്താൻ പോകുന്നത്. വളരെ എളുപ്പമാണ്. നമ്മൾ ഇതിൻ്റെ ഈ ഉള്ളിൽ കൂടെ കൈയിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഈ സാരിയുടെ ഈ ഒരു തേര് ഭാഗം കിട്ടും. ആ തേര് ഭാഗം നമ്മളിത് ഉണ്ടോ പരമാവധി വലിച്ചു പിടിക്കുക. വലിച്ചു പിടിച്ചിട്ട് കൈ കൊണ്ട് വിരലും കൊണ്ട് ഇതുപോലെ കാണാൻ പറ്റുന്നല്ലത്. ഇതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ഇതിവിടെ ഇങ്ങനെ വലിഞ്ഞ് വരും. കണ്ട അത് നമ്മളിവിടെ പിൻ ചെയ്താൽ മതി. നല്ല ടൈറ്റായിട്ട് പിൻ ചെയ്താൽ മതി. വളരെ എളുപ്പമാണ് കേട്ടോ. അത് നിങ്ങൾ ഉടുത്ത് പരിചയമുള്ളവർക്ക് ഭയങ്കര എളുപ്പമാണ്. അല്ലാതെ നെക്കിന് നമ്മൾ കിട്ടും നമുക്ക്. അതെ, ആ വലിച്ചതെല്ലാം ഇവിടെ ഷേപ്പിൽ വന്നിട്ടുണ്ട്. കണ്ട. പിന്നെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ കുറച്ച് ബാക്കി ഉണ്ടാവും. ഈ കുറച്ച് ബാക്കിയുള്ളത് നമുക്കിവിടെ പാവാടയുടെ ഒരു ഭാഗം ഇവിടെ നിൽക്കുന്നുണ്ട്. ചെറിയൊരു അഭംഗി നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒരല്പം ഇങ്ങനെ മടക്കി ഇവിടെ വെച്ച് ആ പാവാടയുടെ അത് വേണമെങ്കിൽ കവർ ചെയ്യാം. അതൊന്നുമില്ല, പാവാടയുടെ ഒരു ഷെയ്ഡൊന്നുമില്ല, വള്ളി കിട്ടുന്ന ഷെയ്ഡ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ നമ്മളെല്ലാം ഇവിടെ ഒന്നും ഉണ്ടാവരുത്. ഇവിടെ ഉണ്ടായി കഴിഞ്ഞാൽ ഇങ്ങനെ മടങ്ങിയിരിക്കും കണ്ടോ. അപ്പോൾ അതൊരു ഭംഗി കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിങ്ങനെ നേരെ ഇവിടേക്ക് കൊണ്ടുപോയിട്ട് നമ്മുടെ മുന്താണി കിടക്കുന്ന ഈ ഒരു ഭാഗമുണ്ടല്ല, ആ ഭാഗത്ത് കൊണ്ടുവന്നിട്ട് ബാക്കി ഉണ്ടെങ്കിൽ അങ്ങോട്ട് ഒന്ന് അതിൻ്റെ ഉള്ളിലേക്ക് ടക്ക് ചെയ്ത് വെക്കുക, തിരികെ വെക്കുക കേട്ടോ. അതെ, ഇത് കഴിഞ്ഞു, സാരി ഉടുക്കൽ കഴിഞ്ഞു. ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത്, ശരിയാക്കാൻ പോകുന്നത് മുന്താണിയുടെ ഭാഗം തന്നെയാണ്. ഇനി നമ്മൾ ഈ ഒരു ഇവിടെ കുത്തിയിരിക്കുന്ന ഈ ഒരു പിന്നൊന്ന് അഴിക്കാനേ. എനിക്കിതൊന്നും ജസ്റ്റ് ഒന്ന് കാണാൻ പറ്റുന്നില്ല കേട്ടോ, എങ്ങനെ ഉണ്ടെന്നുള്ളത് നമുക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ട് ബ്ലൗസ് ഇടുമ്പോഴാണ് കൂടുതൽ ഭംഗി കേട്ടോ. ഈ ആദ്യത്തെ ഇത് വേണമെങ്കിൽ നമുക്കൊന്ന് ഇവിടെ ടൈറ്റ് ചെയ്യാം. അപ്പോൾ പിന്നെ ആ ഒരു ഞെറി നമ്മൾ നോക്കണ്ട, ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. അത് കഴിഞ്ഞ് ഓരോന്നും ഇതുപോലെ നിരത്തി വെക്കുക. അപ്പം നമ്മുടെ വയറിൻ്റെ ഭാഗം ഒന്നും കാണാത്ത രീതിയിൽ നമുക്ക് നല്ല ഭംഗിയായിട്ട് കിടക്കണമെന്നാണ് എൻ്റെ ഒരു ചിന്ത. കണ്ട, പിന്നെ കുറച്ചുണ്ടാവും നല്ലതാട്ടോ. ബ്ലൗസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഭംഗി കിട്ടാം. ഇത് നമ്മൾ ഇത്രയും കൊടുത്തു, നല്ല ഭംഗിയായിട്ട് കൊടുത്തു. കണ്ടു, ബാക്കൊക്കെ നല്ല കറക്റ്റാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടെ ഇങ്ങനെ കൂടുതൽ കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പരമാവധി അങ്ങോട്ട് നോക്കാം. ഞാൻ ബ്ലൗസ് ഇട്ട് കഴിയുമ്പോൾ അത് കറക്റ്റായിട്ട് കൊടുത്ത് കാണിച്ചു തരാം. കൊടുത്ത് നിങ്ങൾക്ക് അത് കാണാൻ മനസ്സിലാവും. ഇത്രയും നമ്മൾ ചെയ്തു. ഇനി നമ്മൾ ഈ ഒരു ഇത് വേണമെങ്കിൽ ഇവിടെ ഒന്ന് സെക്യൂർ ചെയ്യുന്നത് നല്ലതാണ്. നമ്മുടെ ഈ ഒരു ഇതിങ്ങനെ ഇഴുകി പോവില്ല, നല്ല ടൈറ്റായിട്ട് ഇവിടെ ഇരിക്കുകയും ചെയ്യും. നമ്മുടെ വയറിപ്പോൾ സാരിയൊക്കെ ഒന്ന് കൈയെടുക്കുമ്പോൾ മാറിയാൽ നമ്മുടെ പൊക്കിളിൻ്റെ ഭാഗം വയറിൻ്റെ ഭാഗം കാണില്ല. അതിനുവേണ്ടി നമ്മളിത് ഇതേപോലെ വെച്ചു. പിന്നെടുത്തിട്ട് ഇതിൻ്റെ ഈ രണ്ടാമത്തെ ഞെറിയുടെ ഈ ഭാഗം ഇവിടെ വെക്കുക. ഇതിങ്ങനെ മൂടി പോട്ടോ. എന്നിട്ട് ഇതിൻ്റെ അടിക്കോട് നമ്മൾ ജസ്റ്റ് ഒന്ന് പിൻ ചെയ്യാം. എന്നിട്ട് അതിങ്ങനെ നേരെ വെച്ചതിന് ശേഷം ഇതിങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഭാഗം നല്ല ക്ലിയർ ആയിട്ട് കിടക്കുന്നു ആണ് എൻ്റെ ഒരു ഇത്. അങ്ങനെയാണ് കേട്ടോ. ഇത് ഇത്രയേ ഉള്ളൂ. ഞാൻ ബ്ലൗസ് ഒന്ന് ഇട്ടിട്ട് നിങ്ങളൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ബ്ലൗസ് ഇട്ട് ഞാൻ സാരി എടുത്തിട്ട് വലിയ കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഈ പ്ലീറ്റുകളെല്ലാം ഇതുപോലെ നിരത്തി വെച്ച് നമ്മുടെ ഈ ഭാഗം ഒന്ന് ക്ലിയർ ചെയ്തിട്ട് വേണം ഈ ഒരു പ്ലീറ്റിൻ്റെ ഇതെടുത്ത് വലിച്ച് നമ്മളിവിടെ പിൻ ചെയ്യാനും. അതുപോലെ ബാക്കിയുള്ളത് അത് കളയാതെ തന്നെ ആ പ്ലീറ്റിൻ്റെ ഇത് കൈവിടരുത്, അതും കൂടി കൂട്ടി ചേർത്തിട്ട് വേണം നമ്മളിവിടെ പിൻ ചെയ്യാൻ. ചിലവർ കുറച്ചുകൂടി ഇറക്കി പിൻ ചെയ്യാറുണ്ട്, അതും സേഫാണ്. പിന്നെ നമ്മളിത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മൾ ഈ ഒരു പ്ലേറ്റ് ഇട്ട് നമ്മളൊന്ന് ആദ്യം ഒരു പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ പിന്ന് നമ്മൾ എടുത്തിട്ട് ഈ പാവാടേമയും ഈ പൊക്കിളിൻ്റെ താഴെ നമ്മൾ സാരിയുടെ ഞെറി ആ ഉള്ളിലേക്ക് വെക്കുന്ന ഭാഗത്തുള്ള പാവാടേമയും കൂടി ചേർത്ത് ഈ ഒരു പിന്ന് കുത്തുന്ന കാര്യം മറക്കരുത് കേട്ടോ. അത് ഞാൻ പറയാൻ മറന്നുപോയി. അപ്പോൾ അതുകൂടി ആയാൽ നല്ല സേഫായി, കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാനത് നിങ്ങൾക്ക് പറഞ്ഞു തന്നപ്പോൾ കുറച്ച് നീണ്ടുപോയെന്നുള്ളൂ. നമ്മൾ നല്ല ടൈറ്റായിട്ടുള്ള ബ്ലൗസ് തയ്ക്കുക. ബ്ലൗസ് ഒന്ന് ലൂസ് ഉണ്ടായാൽ ഭംഗി ഉണ്ടാവില്ല. അതുപോലെ തന്നെ നമുക്ക് ബ്ലൗസിൻ്റെ തയ്യലിൽ അല്ലെങ്കിൽ ആ ഒരു ഇതിൽ തന്നെ സാരിയുടെ പകുതി ലുക്ക് വരും എന്നാണ് പറയുക. ഇത് വളരെ സിമ്പിളാണ്. എല്ലാ ആഘോഷങ്ങൾക്കും നമ്മൾ ചുരിദാറൊക്കെ ഡെയിലി ഇടുന്നതല്ലേ, ഒരു ചെറിയൊരു മാറ്റം വേണ്ടേ? നമ്മുടെ ആ തനതായ ലുക്കിൽ തന്നെ പോകാനായിട്ട് എല്ലാവർക്കും കഴിയണം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.